തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ ശാന്ത സ്റ്റോഴ്സിന്റെ മേൽഭാഗം ഇടിഞ്ഞു വീണു. ആർക്കും പരിക്കേറ്റിട്ടില്ല. കാലപ്പഴക്കത്തെ തുടർന്നാണ് കെട്ടിടം അപകടാവസ്ഥയിലായിട്ടുള്ളത്. അർജുൻ കല്യാട വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ കോഴിക്കോടെ ഒരു കെട്ടിടത്തിന്റെ അപകട വാർത്ത കഴിഞ്ഞേയുള്ളൂ. ഇപ്പോൾ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ടും ഒരു അപകട വാർത്ത വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, അതായത് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ ശാന്ത സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു കച്ചവട സ്ഥാപനം പ്രവർത്തിക്കുന്ന ആ കെട്ടിടമാണ്, അതിൻ്റെ മുകൾ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. കാലപ്പഴക്കത്താൽ ബിൽഡിംഗ് നേരത്തെ തന്നെ അപകടാവസ്ഥയിലായിരുന്നു. ചില മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം ആർക്കും പരിക്കില്ല എന്നതാണ്. ഈ പറയുന്ന MG റോഡിലുള്ള ഒരുപാട് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നു. ദിനംപ്രതി തലശ്ശേരി നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് തന്നെയാണ് ഈ പറയുന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതിന് തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ കെട്ടിടങ്ങളും ഇപ്പോൾ അപകടാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാലപ്പഴക്കം ഒരുപാട്, അതായത് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു കെട്ടിടവും ആ കെട്ടിടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങളുമൊക്കെയാണ്. അതിൻ്റെ മേൽക്കൂര ഓടിട്ട നിലയിലായിരുന്നു. ആ ഓടിൻ്റെ ഭാഗങ്ങളാണ് ഇളകി താഴേക്ക് വീഴുകയും ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിക്കുകയും ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും പരിക്കില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. ആ പറയുന്ന സ്ഥാപനത്തിൽ ഉൾപ്പെടെ രാവിലെ ആയതുകൊണ്ട് അധികം ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ ആ പ്രദേശത്തോ ഒന്നും തന്നെ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൂടുന്ന സമയത്തൊക്കെയാണ് ഈ അപകടം സംഭവിച്ചിരുന്നുവെങ്കിൽ സ്ഥിതി മറ്റൊന്നാവുമായിരുന്നു എന്നുള്ളത് കൂടി അവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും നിലവിൽ ആർക്കും ഇപ്പോൾ പരിക്കേറ്റിട്ടില്ല. പക്ഷേ ഈ ഭാഗത്തുള്ള മറ്റ് കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ചും അവിടുത്തെ അപകടാവസ്ഥയെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുൾപ്പെടെ ഒന്നുകിൽ പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ആളുകളുടെ ഭാഗത്തുനിന്നും ഈ പറയുന്ന കെട്ടിട ഉടമയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവണമെന്നുള്ള ആവശ്യം കൂടി അവിടെയുള്ള നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒപ്പം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്മൃതി, ശരി.